ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഇബിനൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വ്യത്യസ്തമായ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഒരേ രീതിയിൽ ചിക്കൻ കറി വെക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഈ രീതിയിലൊരു വ്യത്യസ്തമായ ചിക്കൻ കറി നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വ്യത്യസ്തമായ ചിക്കൻ കറി റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് അതിനായിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കിലോ ചിക്കൻ ഞാൻ ഈ പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അളവുകളാണ് ഞാൻ ഈ പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ നീരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ നീരിന് പകരം നമുക്ക് തൈരും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം. നന്നായിട്ട് ഈ മസാല ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചിക്കനിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെച്ച് മാറ്റി വെക്കാം. നമുക്ക് ഈ ചിക്കൻ കറിയിലേക്ക് വേണ്ടുന്ന സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് കുറച്ച് മസാലക്കൂട്ടുകൾ ഇട്ട് കൊടുക്കാം. ഒരു 4 ചെറിയ കഷ്ണം കറുവാപ്പട്ടയും 4 ഏലക്കയും 4 ഗ്രാമ്പുവും പിന്നെ നമ്മൾ കുറച്ച് പെരിഞ്ചീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഈ സവാള നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്ക് ഒരു 10 കാഷ്യൂനട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കാഷ്യൂനട്ട് നമ്മൾ ചിക്കൻ കറിയിൽ ചേർക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. 10 എണ്ണം ചേർത്ത് കൊടുക്കാം. നമുക്കിത് വെള്ളത്തിൽ കുതിർത്ത് വേണേൽ ചേർത്ത് കൊടുക്കാം. അല്ലാതെ ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താലും മതി. നമുക്കെന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ കാഷ്യൂനട്ടും ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് പരുവത്തിനായി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. നമുക്ക് ഈ ഒരു മിക്സിയിലൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് കുറച്ച് നേരം ഈ രീതിയിൽ തന്നെ വെക്കാം. ഇതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള സവാള തക്കാളി അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കതിന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത് ചെറു ചൂടുള്ള വെള്ളമാണ്. ചെറു ചൂടുള്ള വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സവാളയൊക്കെ വഴറ്റി ആ പാത്രം അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ
ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കളറ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഞാൻ എപ്പോഴും കറികൾക്ക് കുറവായിട്ടാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടികളുടെയൊക്കെ പച്ച മണമൊക്കെ ഒന്ന് മാറി ഒന്ന് നന്നായിട്ട് വരുന്നിടം വരെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചിക്കനും ഈ അരപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എന്നിട്ട് മിക്സിയുടെ ജാറുണ്ടല്ലോ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് മല്ലി ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. ബാക്കി പിന്നെ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഉപ്പും കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10-20 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കിന് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ചാറൊക്കെ ഒന്ന് പരുവത്തിനായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് നമ്മളുടെ ഈ ചിക്കൻ കറിക്ക്. നമ്മളിപ്പോൾ എന്നും സാധാരണ രീതിയിൽ വെക്കുമ്പം ഇടയ്ക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ ചിക്കൻ കറി ഒന്ന് വെക്കുക. നല്ല ടേസ്റ്റാണ്. പൊറോട്ടയ്ക്കും അപ്പത്തിനും അതുപോലെ ചോറിനും ഒക്കെ പറ്റിയ ഒരു കറിയാണ് നമ്മളുടെ ഈ ചിക്കൻ കറി. നല്ലൊരു ടേസ്റ്റാണ്. ചാറൊക്കെ നല്ല കുറുകി പരുവത്തിന് വന്നിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഷെയറും ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ. പിന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യണം. അതിലെ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്